ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നുമില്ലല്ലേ? നമുക്ക് സുഖമൊന്നുമില്ല കേട്ടോ. എല്ലാ കാര്യം നമ്മൾ പറയലുണ്ട്, നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ സുഖമാണ്, അൽഹംദുലില്ലാ, നമ്മൾ പറയലുണ്ട്. ഇപ്പോൾ പ്രാവശ്യം വയ്യ കേട്ടോ. ഊരവേദനയൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. പിന്നെ കുറച്ച് തിരക്കിലുമായിരുന്നു. ഉമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മാക്ക് വയ്യാത്ത കാരണം നിങ്ങൾക്ക് അറിയണമല്ലേ, വീഡിയോസ് എടുക്കാനൊന്നും കൂടണില്ല. അപ്പോൾ ഇന്ന് എവിടുക്കാ യാത്രയാണെന്നായിരിക്കൂലേ? കുറേ ദിവസമായി നമ്മളെ മിന്നുവിൻ്റെയും പൊന്നുവിൻ്റെയും തല നോക്കിയാൽ നിറച്ചും മുടിയാണ്. ഇതുവരെ വെട്ടിയിട്ടില്ല കേട്ടോ. വെട്ടണം വെട്ടണം എന്ന് കരുതുന്നല്ലാതെ വെട്ടാനൊരവസരം കിട്ടലില്ല. അപ്പം ഇന്നിപ്പോൾ വെട്ടാനുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. കാക്കുന്ന് പണി കഴിഞ്ഞ് വന്ന പാടന്നെ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടാക്കും ബേബിയാളെ കൊണ്ടുപോയിക്കാണ് മുടി വെട്ടുകയെന്ന്. നമ്മളെ എണ്ണ തേക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കസ്റ്റമർ ചോദിക്കലുണ്ട്, എണ്ണ ബേബിയാൾക്ക് തേക്കലുണ്ടോ? ഞങ്ങളെ മക്കൾക്ക് തേക്കാനാണ്, തേക്കലുണ്ട് കേട്ടോ. എല്ലാ കാര്യം ഞാൻ പറയലുണ്ട്. നമ്മളെ എണ്ണൻ്റെ ഗ്യാരണ്ടി നമ്മളെ മക്കളെ തന്നെയാണ്, ഫുൾ ഗ്യാരണ്ടി. കെമിക്കലിൽ ഒരു ഉമ്മമാരും ഒരു മക്കളെ തലയിൽ തേക്കൂല, നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ തേക്കലുണ്ട് എൻ്റെ മക്കളെ തലയിൽ കേട്ടോ. പക്ഷേ നമ്മൾ എല്ലാവരോടും പറയണ പോലെ 10-15 മിനിറ്റ് ഒന്നും നിൽക്കരുത്. കുഞ്ഞു കുട്ടികളെ തലയാണ്, നമ്മൾ എണ്ണ നന്നായിട്ട് മരുന്നിട്ട് വെട്ടി തിളപ്പിക്കണതാണ്. അപ്പോൾ അത് പറ്റൂല. എണ്ണ തേച്ച് കാണ്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നമ്മൾ സോപ്പും തോർത്ത് കൊടുക്കണ നേരം കൊണ്ട് തേച്ച് കാണ്ട് കുളിപ്പിക്കാം കേട്ടോ. പൊന്നുവിൻ്റെ മുടിയൊക്കെ നല്ല ഉള്ളു വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വാരി തേക്കും വേണ്ടവരൊക്കെ വിളിച്ചോളി കേട്ടോ. അപ്പം ഇന്ന് മുടി വെട്ടാൻ പോവുകയാണ്. അപ്പോൾ ലേശം പാലൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. എന്നും ഇവരെ പാലുടി നിർത്തണം എന്ന്. അപ്പോൾ ഓരോ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും കേട്ടോ. ഇപ്പോൾ 1 വയസ്സും 9 മാസവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിർത്തണം കരുതിയിട്ട് എന്നെയാണ് രണ്ടാക്കും പാല് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി 2 കുപ്പിപ്പാലും കൂടി വാങ്ങണം, ഒന്നും കൂടി ശീലാക്കണം. നമ്മളെ പൊന്നുമ്മാനെയാണ് രാത്രി ഒന്നിനും കഴിയാത്ത, നല്ല കരച്ചിലാരും. കാക്കൂനൊന്നും പറ്റൂല. മിന്നുമ്മ പിന്നെ ഒപ്പിച്ചൊക്കെ പോകട്ടോ. അപ്പോൾ രണ്ടാളും പോവുകയാണ്. നമ്മളെ ഷെയ്മോളാണ് വീഡിയോസൊക്കെ എടുത്തിരുന്നത് കേട്ടോ. ഷെയ്മോളെ മുഖം എന്തായിരിക്കും എന്നായിരിക്കും അല്ലേ? മുഖം വാടിയിട്ടുണ്ട്. പിന്നെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒന്നുമല്ല കേട്ടോ. ഇവിടെ ചേപ്പൊരു പരിപാടി ഉണ്ട്. ഇവിടെ നമ്മളെ സർക്കസൊക്കെ വന്നിട്ടുണ്ട്. ഈ യന്ത്രം, ഊഞ്ഞാല, മരണക്കിണർ, ഇങ്ങനത്തെ ഐറ്റംസ്. അപ്പോൾ വന്നിട്ട് നാളെ മറ്റന്നാളെ ഇപ്പോൾ അവർ പോവാനായി. 1 മാസമൊക്കെ അവിടെ നിന്ന് ടെൻ്റ് അടിച്ച് നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ കൊമ്പൻകാട് ഒക്കെ വന്നിരുന്നു കേട്ടോ. ഓലൊക്കെ വന്നിക്കാണ്ട് പോയി. അന്നൊന്നും പോയില്ല. എല്ലാവരും പോയിട്ടുണ്ട്. ഇവിടുന്ന് മുതച്ചുകളെല്ലാവരും പോയിട്ടുണ്ട്. ഞങ്ങൾ മാത്രം പോയിട്ടില്ല. ഒന്നാമത് പോയാൽ ഞങ്ങൾക്ക് അറിയണതാണ്, കുട്ടികൾക്കൊക്കെ കയറേണ്ടല്ലോ 100, 50, 80 ഒക്കെയാണ്. ഇവരൊക്കെ പാടെ കയറ്റുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് ആരും കരുതിയാണ്ട് കാക്കു പറഞ്ഞു കണ്ണ് ചെമ്പിക്കള പോത്തോ. ഇപ്പോഴത്തെ ബുദ്ധിമുട്ടിൽ നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ എടുക്കും പെടുക്കൊക്കെ കോട്ടക്കുന്നൊക്കെ പോണില്ലേ, അപ്പം നമുക്ക് പോകാറ്. പക്ഷെ നമ്മളെ മരത്ത് തന്നെ ഉണ്ടാവുമ്പോഴേ അതിൻ്റെ ശബ്ദം കൂടി നമ്മളെ വീട്ടിൽ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര വിഷമല്ലേ. അപ്പോൾ ഏട്ടത്തെയും വിളിക്കുമ്പോൾ എപ്പോഴും പറയട്ടോ നമുക്ക് പോവടി, പരിപാടിക്ക് പോവാന്ന്. മക്കളൊക്കെ ഒരുപാടുണ്ടാവുമ്പോൾ അങ്ങനെ പോകുമ്പോൾ നല്ലൊരു സംഖ്യ കയ്യിൽ വെക്കണം അല്ലേ? അപ്പോൾ ബേക്കടിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ ഏട്ടത്തിൻ്റെ മോന് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാറുണ്ട്, ഓൻ്റെ ചിലവാട്ടോ. അപ്പോൾ ഇന്ന് അവിടെയൊക്കെ പോണ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് സ്കിപ്പ് അടിച്ചാതെ കാണുന്നുണ്ട്. നമ്മളെ മിന്നുമ്മാൻ്റെ തലമുടി വെട്ടിയിട്ടുണ്ട് കേട്ടോ. ആനക്കായത്ത് വെച്ചിട്ടാണ് നമ്മൾ വെട്ടിയത് കേട്ടോ. വെട്ടി വൃത്തിയാക്കി ഒന്നുകൂടെ റൗണ്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. പിന്നെ ഉള്ളെടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു അവരോട് കേട്ടോ. ഉള്ള് കുട്ടികൾക്കൊക്കെ മുറിച്ചെടുക്കുമല്ലോ, അപ്പോൾ ചെയ്യണ്ട പറഞ്ഞു. ഒന്നാമത് തണുപ്പല്ലേ, അപ്പോൾ പിന്നെ തലയ്ക്ക് ഭയങ്കര തണുപ്പ് കിട്ടും. പിന്നെ ഇപ്പോൾ നല്ല ഭംഗിയല്ലേ ഈ ടൈമിലൊക്കെ മുടി ഇങ്ങനെ കുറച്ചൊക്കെ റൗണ്ട് ചെയ്തെടുത്താൽ. അപ്പോൾ അങ്ങനെ കാട്ടിട്ടോ. മിനിമം കുറച്ച് കച്ചറ ഉണ്ടാക്കിയെങ്കിലും അടങ്ങി നിന്ന് കൊടുത്തു കേട്ടോ. പിന്നെ ആണുങ്ങളായതുകൊണ്ട് കാക്കു തന്നെ ഇരുന്നെടുത്ത്, അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് കൊടുക്കും കേട്ടോ. അപ്പം പൊന്നുമ്മയാണ് അടുത്ത്. പൊന്നുമ്മ നല്ല ഡീസൻ്റ് ആയിട്ട് നിന്ന് കൊടുത്തു കേട്ടോ. ആ കാക്കുവിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ആ കാക്കു ഇങ്ങനെ പറയുന്നുണ്ട്, കുട്ടികളൊന്നും ഇങ്ങനെ നിന്നറിയില്ല അറിയുന്നുണ്ട്. അപ്പോൾ ആനക്കായത്ത് ഒരു ജെൻസിൻ്റെ ബ്യൂട്ടി പാർലറാട്ടോ. 2-3 ബാർബർ ഷാപ്പിൽ നമ്മളിങ്ങനെ പോയി നോക്കി. അപ്പോൾ ബാർബർ ഷാപ്പിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ സ്വർണ്ണക്കടയിൽ ഇല്ലില്ലാറെ തിരക്കാണ്. ഒക്കെ ഇങ്ങനെ കസാലയിൽ ഫോണുമ്മ കളിച്ചിരിക്കുക. അടുത്ത കഴിഞ്ഞിട്ട് ഞാനാണ് എഴുതിക്കാണ്ട്. അപ്പോൾ തിരക്കില്ലാത്തതിൽ പോയത്. അവിടെ ആരോ ഫേഷ്യൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പുറത്ത്. അതൊന്നും നമ്മൾ വീഡിയോസ് എടുത്തിട്ടില്ല. ബ്യൂട്ടി പാർലർ തന്നെയാണ്, പക്ഷേ ജെൻസിൻ്റെ ബ്യൂട്ടി പാർലറാണെന്നുള്ളൂ, സ്ത്രീകളൊന്നും അല്ല കേട്ടോ. അപ്പോൾ കാക്കു തന്നെയാണ് മടിയിൽ വെച്ചിട്ട്. നമ്മളെ പൊന്നുമ്മ നല്ല ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. മുടി പുറത്തേക്ക് പോകുക പറയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അതെന്താണെന്ന് എപ്പോഴും നമ്മൾ കൊണ്ടുവരലില്ലല്ലോ. ഞാനും കാക്കു എന്താവശ്യങ്ങൾക്കും പോവൽ പുറത്ത് കേട്ടോ. ബൈക്കുമ്മൽ പോയി പോരും. മക്കളെയൊന്നും കൊണ്ടുപോകലില്ല. കാറ്റൊക്കെ തട്ടി കഴിഞ്ഞപ്പോഴൊക്കെ ഭയങ്കര തണുപ്പല്ലേ. പിന്നെ നമ്മൾ മക്കളെപ്പോഴും വീട്ടിൽ വെച്ച് കണ്ട് സേഫ് ആയിക്കാണ്ട് തന്നെയാണ് പോവൽ കേട്ടോ. നല്ല ഭംഗിയില്ലേ സുന്ദരി കുട്ടികളെ കാണാൻ. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാക്കുവിനോട് അറിഞ്ഞ് പോവല്ലേ പറഞ്ഞു. അപ്പോൾ നമ്മളെ ഷെയ്മോളൊക്കെ ഈറടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടത്തിൻ്റെ മോന് വരാ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രാത്രി ഒരു മരിവൊക്കെ നിസ്കരിച്ച് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് പോവാന്നുള്ള നിലപാടിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. കാക്കുവിന് അത്ര തെളിഞ്ഞിട്ടില്ല കേട്ടോ. കാക്കുവിന് വലിയ ഇഷ്ടമല്ല സർക്കസിനൊന്നും പോണത്. അപ്പോൾ ഞാൻ പറയും അതെന്താ കുട്ടികൾക്ക് യന്ത്രഊഞ്ഞാലും കാര്യങ്ങളല്ലേ, നമ്മൾ പോവല്ലേ കാക്കു അങ്ങനെ പറഞ്ഞ് സോപ്പിടും കേട്ടോ.
ഒന്നാമത്തെ കാര്യം കാക്കു അറിയാം അത് വേണ്ട, അതവിടെ പാവാട കുട്ടിപ്പാവാടയും കുട്ടി ബ്ലൗസൊക്കെ ഇട്ട് കാണ്ട് ചാടി കളിക്കണ പെണ്ണുങ്ങളാരും അതൊന്നും കാണാൻ പാടില്ല പത്തു പറയും. അപ്പം അതൊന്നും ഇവിടെ ഇല്ല, അങ്ങനത്തെ സർക്കസ് ആയിട്ടൊന്നും അവിടെ ഇല്ല. ഞാൻ പറയാം അതൊന്നും അവിടെ ഇല്ല. അവിടെ യന്ത്രഊഞ്ഞാലും കുട്ടികൾക്കില്ല, നമ്മളെ കോട്ടക്കുന്നും പോയ മാതിരി നമ്മളിവിടെ അടുത്ത് തന്നെ അല്ലേ പറഞ്ഞു കണ്ടേ. അങ്ങനെ കേട്ടോ. അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓല്. അപ്പോൾ അപ്പോത്തിന് ഞങ്ങൾ എല്ലാ പണിയും കഴിച്ചുകൊണ്ട് റെഡിയാക്കി നിൽക്കാനുള്ള പരിപാടിയിൽ ഇങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി രണ്ടാക്കും പഴംപൊരി വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ ലേറ്റ് ഒന്നുമില്ല, അവിടെ ഇങ്ങനെ ചെറിയൊരു മിന്നാട്ടുള്ളൂ. രണ്ടാക്കും വെള്ളച്ചായ വാങ്ങി കേട്ടോ. വെള്ളച്ചായ പറഞ്ഞാൽ മനസ്സിലാവുണ്ടാവില്ല അല്ലേ, പാലല്ല കേട്ടോ. നമ്മളെ മലപ്പുറക്കാർക്കൊക്കെ ഏകദേശം പിടിയിട്ടുണ്ടാവും വെള്ളച്ചായ പാൽച്ചായ ഒക്കെ പറയണത്. ഇത് പാലല്ല കേട്ടോ, പാലിൻ്റെ വെള്ളമാണ്. വെള്ളവും പാലും കൂടിയും കൂട്ടിയിട്ട് പഞ്ചസാര ഇട്ട് കണ്ട് എടുക്കൂല. മറ്റേത് കടയിലൊക്കെ നിങ്ങൾക്ക് അറിയില്ല, മിൽമ പാലാരോ, അത് കുട്ടികൾക്ക് കൊടുക്കുക അത്ര നല്ലതൊന്നല്ലല്ലോ. അപ്പം നല്ല വെള്ളച്ചായ ചൂടാറ്റി കൊടുത്തിട്ടുണ്ട്. രണ്ടാക്കും പഴംപൊരി ഉണ്ട്. അപ്പോൾ തിന്നൂലാന്ന് കരുതിയാണ് ഞാനും കാക്കും വാങ്ങിയില്ല. പകുതിയിൽ കഴിച്ചിട്ട് പകുതി നമുക്ക് കഴിക്കാൻ കരുതിയാണ്. പക്ഷെ തരുന്നില്ല കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ല സ്മൂത്ത് പഴംപൊരിയാണ്. അതുപോലെ ഉള്ളിൽ നല്ല പഴുത്ത പഴമാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ കേട്ടോ. ഒന്നും തന്നെ വിശന്ന് നിൽക്കുന്ന ടൈമാണ്. ഉച്ചക്ക് ഭക്ഷണം കൊടുത്തതല്ലേ ഞാൻ. അപ്പോൾ ഭയങ്കര തീറ്റ കേട്ടോ. രണ്ടാളും നല്ല കഴിക്കല. അപ്പോൾ ഞാൻ കാക്കുവിനോട് അറിഞ്ഞ് നോക്കി നിന്നിട്ട് കാര്യമില്ല, എനിക്കൊരു പഴംപൊരി ഒരു സമൂസയും വാങ്ങിച്ച് തരികയായിരുന്നു. കാക്കൊരു സമൂസയും വാങ്ങി കേട്ടോ. അതിൻ്റെ രസം വേറെ കേട്ടോ. അവർ പഴംപൊരി മുഴുവൻ തിന്നിട്ട് പിന്നെ സമൂസയും വാങ്ങി. അങ്ങനെ കഴിച്ചുകാണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഏട്ടത്തി വിളിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ വരാം, ഈ മാറ്റി ഒരുങ്ങി നിന്നു. അപ്പോൾ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒപ്പിച്ചണം കേട്ടോ. ചോറ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. കാരണം ആ പരിപാടി കഴിഞ്ഞ് കണ്ട് ആളൊന്നും പോവലുണ്ടാവില്ല, രാവിലെ പോകും. ഇവിടെ നേരത്തിന് ബസ്സുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ മഞ്ചേരിക്ക്. പിന്നെ ഓട്ടോ പിടിച്ച് പോകണം, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതിയാണ്ട് ഞാൻ അവളോട് പറഞ്ഞു ഇന്ന് ഇവിടെ നിൽക്കടി വാടി കാരണം നമുക്ക് രസമാണല്ലോ അല്ലേ. അപ്പോൾ നല്ല രസത്തിൽ ഏട്ടത്തി അഞ്ചത്തിയൊക്കെ പാടെ കൂടിക്കാണ്ട് നിൽക്കുമ്പോൾ അപ്പോൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ കൂടിയില്ല. മരിബാങ്കൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോറൊന്നും തീമടാതെ നേരം കിട്ടിയില്ല. അപ്പോൾ കാക്ക പറഞ്ഞു ഇച്ചിരി പൊറാട്ട എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ മടങ്ങി പോരുമ്പോൾ പറഞ്ഞു കണ്ടി. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോട്ടെ കേട്ടോ. സമൂസ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതേപോലെ പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വള്ളിക്കാപ്പറ്റെന്ന കഴിച്ചു കേട്ടോ. മക്കൾ പോരുന്ന തന്നെയല്ല, പിന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. ഏട്ടത്തി വന്നിക്കണ് പറഞ്ഞുകൊണ്ട് വിളിക്കണുണ്ട് കേട്ടോ. അപ്പോൾ പകുതി പഴംപൊരി തിന്നു, പിന്നെ തിന്നില്ല കേട്ടോ. നമ്മൾ പൊന്നൂസിന് ഒന്നാമത് ആ ഒരു സമൂസ കണ്ടിട്ടേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടോ. അതാണ് ഈ ഏട്ടത്തിൻ്റെ മോന് ആ ഷർട്ട് ഇട്ട കള്ളി ഷർട്ട് ഇട്ടോ, നമ്മൾ ഷെയ്മോള് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അങ്ങനെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മൾ കോട്ടക്കുന്നുമത്തെ മാതിരി, പക്ഷെ ഇവിടെ കുറച്ച് പൈസ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഓൻ്റെ ചിലവ് തന്നെയാണ് കേട്ടോ. ഓൻ തന്നെയാണ് കുട്ടികളെ പുതിയല്ലാത്ത ഇതൊക്കെ. മോഹൻലാലും അല്ല മമ്മൂട്ടി സിനിമയിൽ പറഞ്ഞ പോലെ കുട്ടികൾക്കൊന്നും പിന്നെ വലുതായ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം തന്നെ അതൊക്കെ നിറവേറ്റി കൊടുക്കാറുണ്ട് കണ്ടി. ഓൻ്റെ ചിലവ് തന്നെ എല്ലാം കംപ്ലീറ്റ് കിട്ടും. ഓന് നല്ലൊരു സംഖ്യ പൊട്ടിയിട്ടുണ്ട്. ഓൻ നമ്മളെ ഫ്രൂട്ട്സിൻ്റെ വണ്ടിമേലൊക്കെയാണ് കേട്ടോ, ദൂരെ യാത്ര പോലെ ഗോവയ്ക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പം നല്ല ടൈമാണ് ഓൻ വന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കാണിച്ചു കൊടുത്ത് അതിൻ്റെ അടിയിൽ താത്ത നിങ്ങൾക്ക് എന്തെങ്കിലും കാണേണ്ടി വെച്ചപ്പോൾ ഞാൻ പിന്നെ ഉണ്ടാകുന്നു കേട്ടോ. ഒരുപാട് കുട്ടികളൊക്കെ അതിലും ഇതിലൊക്കെ കയറിയപ്പോൾ അപ്പോൾ ഞാൻ വേണ്ട എനിക്കൊന്നും വേണ്ട, എന്നാലും നിങ്ങൾ കയറണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മരണക്കിണർ കാണാൻ നല്ല പൂതി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനിയും എൻ്റെ ഉമ്മച്ചിക്കൊന്നും കയറാൻ വയ്യട്ടോ, മോൾക്ക് വയ്യാത്തതല്ലേ, പിടിച്ചു കയറ്റി അതൊക്കെ കാണിച്ചു കൊടുക്കും. ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ കൊച്ചു സന്തോഷങ്ങളൊക്കെ. അപ്പോൾ വീട്ടിൽ ചടഞ്ഞുകൂടി നിൽക്കണമൊക്കെയാണ് ഓൻ്റെ ഉമ്മ വയ്യാതെ. ഞാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പം നമുക്ക് യൂട്യൂബൊക്കെ എല്ലാം ഉണ്ട് അൽഹംദുലില്ലാ, അങ്ങനെയൊക്കെ സന്തോഷത്തോടു കൂടി പോണു. അപ്പോൾ ഇതാക്കണ് മരണക്കിണർ കാണുക കേട്ടോ. അതൊരു വല്ലാത്തൊരു മരണക്കിണറല്ലേ, എന്തോ ഒരു ശബ്ദം. നമ്മളെ മിന്നും പൊന്നും ചെവി പൊത്തുണ്ട് കേട്ടോ. പൊന്നൂന് ഒരു പേടിയില്ല, നല്ല കൂസലിൽ നിൽക്കുന്നുണ്ട്. മിന്നുവിന് ഭയങ്കര പേടി. കാക്കുവിൻ്റെ തോളത്തിരുന്നു കേട്ടോ. കാക്കുവിനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി കേട്ടോ ഞാൻ. പിന്നെ നമ്മൾ ഷെയ്മോള് തോണിയിലൊക്കെ കയറി അങ്ങനെ വല്ലാതെ സന്തോഷത്തോടെ ഒരു ദിവസം അടിച്ചു പൊളിച്ചു കേട്ടോ. അപ്പോൾ വല്ലാതെ വീഡിയോസ് എടുത്തിട്ടില്ല, എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല വീഡിയോസിൽ വരുന്നത്. അതുകൊണ്ട് കേട്ടോ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം.